സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ്. പെൻഷൻ തുക പലിശ സഹിതം തിരിച്ചുപിടിക്കും. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ച് അന്വേഷണം കഴിഞ്ഞാലുടൻ വകുപ്പ് തല നടപടി സ്വീകരിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നു. ഇങ്ങനെ പണം കൈപ്പറ്റിയ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഉടൻ നോട്ടീസ് നൽകും. ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പട്ടികയിൽ കൈപ്പറ്റിയ അനർഹരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശ അടക്കം തിരിച്ചുപിടിക്കാനാണ് ധനവകുപ്പിന്റെ നിർദ്ദേശം. അർഹതയില്ലാതെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റി സംസ്ഥാനത്തെ 1458 സർക്കാർ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായാണ് കണ്ടെത്തിയത്. വിധവ, വികലാംഗ പെൻഷനുകളാണ് ഉദ്യോഗസ്ഥർ തട്ടിയത്. തദ്ദേശ സ്ഥാപനങ്ങളാണ് പെൻഷന് അർഹരായവരെ കണ്ടെത്തുന്നത് എന്നതിനാൽ അനർഹരെ ഒഴിവാക്കുന്നതിൽ സ്ഥാപനങ്ങൾക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ് വിലയിരുത്തൽ. ഇത്തരത്തിൽ പെൻഷന് അർഹരാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകും. വിവിധ വകുപ്പുകളിലെ 1458 ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ അനധികൃതമായി പെൻഷൻ വാങ്ങിയത്. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയവരിൽ കോളേജ് അധ്യാപകരും ഉൾപ്പെടും. 3 ഹയർ സെക്കൻഡറി അധ്യാപകരും ഇതിൽ ഉൾപ്പെടുന്നു. ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് ആരോഗ്യ വകുപ്പിലാണ്. 373 പേരാണ് ആരോഗ്യ വകുപ്പിൽ ക്ഷേമ പെൻഷൻ ഇപ്പോൾ വാങ്ങുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 224 പേരും, മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ 124 പേരും, ആയുർവേദ വകുപ്പിൽ 114 പേരും, മൃഗസംരക്ഷണ വകുപ്പിൽ 74 പേരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പിൽ 47, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ 46, ഹോമിയോപ്പതി വകുപ്പിൽ 41, കൃഷി റവന്യൂ വകുപ്പിൽ 35, ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൽ 34, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വകുപ്പിൽ 31 എന്നിങ്ങനെ ജീവനക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായാണ് ഇപ്പോഴത്തെ വിവരം.